നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് അഘോരി സന്യാസിമാർ എത്തിയതറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടം വഴി ഓടിയത് എന്തിന്? അഘോരികളെ വിമർശിച്ച് രംഗത്തെത്തിയ നേമത്തെ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി ശാസിച്ചത് എന്തിന്? നേമം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്കായി അഘോരികൾ പ്രചാരണത്തിനിറങ്ങിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അഘോരികൾ അവരുടെ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആരും എതിരല്ല. എന്നാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മതപരമായി ബന്ധമുള്ള അഘോരികൾ തിരുവനന്തപുരത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും പങ്കെടുത്തു. ഇത് ചട്ടലംഘനമാണെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അഘോരികൾ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട്. വീടുകൾ കയറി വോട്ട് പിടിക്കാൻ വരുമോ എന്ന ജനങ്ങൾക്ക് ഭയമുണ്ട്. വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് കൂടിയാണ് ഉത്തർപ്രദേശിൽ നിന്നും അഘോരികളെ എത്തിച്ചത്. കേരളത്തിന് പരിചിതമല്ല ഇത്തരം രീതികളൊന്നും. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കോടികളാണ് തെരഞ്ഞെടുപ്പിലേക്ക് ചെലവിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 100ലേറെ വാഹനങ്ങൾ BJP എത്തിക്കുന്നുണ്ട്. ഇതിൽ RTO പരിശോധന നടത്തണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. തൃശൂർ പൂരത്തിൽ സംഭവിച്ചത് കേരളത്തിൽ ഇനി ആവർത്തിക്കരുതെന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. സുരേഷ് ഗോപിയുടെയും ജയം മുഖ്യമന്ത്രി ഇന്നും വേട്ടയാടുന്നുണ്ട്. വലിഞ്ഞുകയറി വിവാദമുണ്ടാക്കി കാര്യങ്ങൾ വഷളാക്കരുതെന്നാണ് ശിവൻകുട്ടിക്ക് നൽകിയ നിർദ്ദേശം. ആരാണ് അഘോരി സന്യാസിമാർ? ഭാരതത്തിലെ അഘോരി സന്യാസി സമൂഹത്തിന്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. നിഷ്ഠ കൊണ്ട് ആചാരങ്ങൾ കൊണ്ടും അഘോരമാർഗം മറ്റ് സന്യാസി സമൂഹങ്ങളുടെ രീതിയിൽ നിന്നും വിഭിന്നമാണ്. അഥർവ വേദത്തിലെ മൂലമന്ത്രങ്ങൾ അതീവ ശക്തിയുള്ളതിനാൽ സന്യാസി വര്യന്മാർ ആ നിഗൂഢ മന്ത്രങ്ങൾ പിന്തുടരുന്നു. അഥർവവേദം അഭ്യസിക്കുന്ന സന്യാസി വര്യന്മാർ ഈ ക്ഷിപ്രകോപികളാണ്. അഥർവവേദത്തിൽ പറയുന്ന അഭ്യാസങ്ങൾ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ അമാനുഷികമായ ശേഷികൾ കൈവരിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മധ്യ തിബറ്റിലെ ചില സന്യാസിമാർ എന്ന് പറയാറുണ്ട്. അഘോരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ലാമമാർ അഘോരി സന്യാസിമാരിൽ നിന്നും സ്വായത്തമാക്കിയ കഴിവുകൾ ഇന്നും തുടർന്നു പോകുന്നുണ്ട്. അഘോരി സന്യാസ സമൂഹത്തെക്കുറിച്ചും ഇന്നും നിരവധി നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നീണ്ട താടിയും ജടപിടിച്ച മുടിയും ശരീരമാസകലം ചുടലഭസ്മം പൂശി ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ തലയോട്ടിയും പിടിച്ചു നിൽക്കുന്നവരാണ് അഘോരികൾ എന്നാണ് ഒരു പ്രചാരണം. എന്നാൽ ഇവരല്ല യഥാർത്ഥ അഘോരികൾ എന്ന് അറിയുക. യഥാർത്ഥ അഘോരികൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കും, രുദ്രാക്ഷമാലകൾ കഴുത്തിൽ അണിയും, താടിയും ജടപിടിച്ച മുടിയും വളർത്തി ഭസ്മക്കുറിയും സിന്ദൂരവും ചാർത്തും, കമണ്ഡലവും തൃശൂലവും കയ്യിലേന്തി ഈ കടഞ്ഞെടുത്ത ദേഹപ്രകൃതിയോടെ ഉറച്ച കാൽവെപ്പുകളും ആയി നടക്കുന്ന അഘോരി സന്യാസിമാരെ അവരുടെ യഥാർത്ഥ തേജസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. അതിതീഷ്ണമാണ് ഇവരുടെ കണ്ണുകൾ. ചോര പൊടിയുന്ന ആ നോട്ടം സാധാരണ മനുഷ്യർക്ക് ഏൽക്കാൻ കഴിയില്ല. ആരെയും ശ്രദ്ധിക്കുകയോ ഈ ഭിക്ഷയാചിക്കുകയോ അഘോരികൾ ചെയ്യില്ല. ഇക്കൂട്ടരെ കണ്ടെത്തുന്നതും എളുപ്പമല്ല. കാശിയിലും ഉത്തരകാശിയിലും 9 ശക്തിപീഠങ്ങളിലും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലുമാണ് ഇവരെ കണ്ടെത്താൻ സാധ്യത. ഉത്തരേന്ത്യയിലെ കൊടുംകാടുകളിലും ഹിമാലയത്തിലുമാണ് ഇവർ സ്ഥിരമായി കഴിയുന്നത്. അമാനുഷികമായ സിദ്ധികൾ പൊതുവേദികളിൽ പ്രദർശിപ്പിക്കാനോ ഈ പ്രഭാഷണങ്ങൾ നടത്താനോ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. അഘോരി സന്യാസ സമൂഹത്തിൽ സന്യാസിമാരും ഉണ്ട്. പ്രജനനം ഇവർക്ക് നിഷിദ്ധമായതിനാൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതാണ് ഇവരുടെ രീതി. അനവധി കടുത്ത പരീക്ഷണ പ്രക്രിയ കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ സംഘത്തിൽ പ്രവേശനം സാധ്യമാകൂ. വർഷങ്ങളോളം മാസങ്ങളോളം നീളുന്ന നിരീക്ഷണ സമയത്ത് പിന്തള്ളപ്പെടുന്ന കൂട്ടരാണ് വേഷം കെട്ടി മൃതദേഹവും ചുട്ടുതിന്ന് നടക്കുന്ന ഞങ്ങളും അഘോരികളാണ് എന്ന് പറയുന്ന കൂട്ടർ. ഈ രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്ന അധമ പ്രവർത്തകർ ഒന്ന് തന്നെ യഥാർത്ഥ അഘോരികൾ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ ഉറച്ചു നിന്ന് പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയിലെ അത്ഭുത സിദ്ധികൾ സായുക്തമാക്കി ആത്മശാന്തിയും സമാധാനവും നേടി ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് അഘോരികൾ. വടക്കേ ഇന്ത്യയിലെ ഹിന്ദുമത സംഘടനകൾ ആണ് ഈ സന്യാസ സമൂഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത്. കടുത്ത യാഥാസ്ഥിതികമായ അഘോര മന്ത്രങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമാണ് അഘോരികൾ. ഈ സംഘവുമായി ചേർന്നതിന് ശേഷം ഈ അഘോര ദീക്ഷ കൈവരിക്കാൻ കഴിയാതെ പുറംതള്ളപ്പെടുന്നവരാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരിൽ പലരുമെന്ന് ഇന്നും പ്രധാനപ്പെട്ട അഘോരികൾ പറയുന്നുണ്ട്. എന്തായാലും ജീവിച്ചിരിക്കുന്ന സമയം ശരിക്കും ആസ്വദിക്കുക, ആനന്ദം കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക, അതിന് പ്രകൃതിയെ കൂട്ടുപിടിക്കുക. പ്രകൃതി നൽകുന്ന ശരീരം കൊണ്ട് പ്രകൃതിയെ മറികടക്കുന്ന ചിന്തകൾ ഒഴിവാക്കി പ്രകൃതിയിൽ ലയിച്ച് ജീവിക്കുന്ന അഘോരികൾ മുന്നോട്ട് വെക്കുന്ന തത്വം മറ്റൊരു രീതിയിൽ നാം എല്ലാം അനുഭവിക്കാറുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾ, നിർണയങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് അനുകൂലമായതാണ്. അതിനെ മറികടക്കാൻ തക്കവണ്ണം അഘോരികൾ അവരുടെ വഴികൾ തേടുന്നു.
അഘോരം എന്നാൽ ശിവന്റെ പഞ്ചമുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തിന്റെ പേരാണ്. അഘോരി, ആഘോരം എന്നതൊക്കെ ശിവന്റെ പര്യായങ്ങളാണ്. ഈശാനും ഈ തത്പുരുഷനും വാമദേവനും സാധ്യോജാതം എന്നിവയാണ് മറ്റ് മുഖങ്ങൾ. ശിവചൈതന്യം ഉൾക്കൊള്ളുന്ന ഘോരവും അഘോരവും അഗ്നിയുടെ പര്യായങ്ങളാണ്. പ്രകൃതി ശക്തിയെ അറിയുക, പിന്നെ മന്ത്രതന്ത്രങ്ങളിലൂടെ ആ ശക്തിയെ പരിധിയിലാക്കാൻ പഠിക്കുക. ശക്തിയാണ് സൃഷ്ടിയുടെ കാരണമെന്ന തത്വത്തെ അധിഷ്ഠിക്കുന്ന അഘോരികൾ അടിസ്ഥാന മന്ത്രജപത്തിലൂടെ അഗ്നിയെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു. അഘോര മന്ത്രങ്ങൾ 51 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഈ ഓരോ അക്ഷരവും 1,00,000 തവണ ജപിച്ചാൽ മാത്രമേ മന്ത്രസിദ്ധി സാധ്യമാകൂ എന്ന് പറയപ്പെടുന്നുണ്ട്. അഘോരികൾ മാസത്തിൽ 3,00,000 തവണയെങ്കിലും ജപിക്കുന്ന ഗൗരി ബീജാക്ഷര മന്ത്രം ഗുരുവിൽ നിന്ന് വിധിപ്രകാരം നേടുന്ന ഒന്നാണ്. ഈ ത്രാടക പ്രയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു അഘോരിയുടെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി നിൽക്കും എന്ന് പറയുന്നവർ ധാരാളമായി കാണാറുണ്ട്. അഘോരികളെ അറസ്റ്റ് ചെയ്യണമെന്ന വാദം ചില ഇടതുപക്ഷ ചിന്തകന്മാർ ഉയർത്തിയപ്പോഴും പോലീസ് മൗനം പാലിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ്. അഘോരികളെ തൊട്ടാൽ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. തലസ്ഥാനത്തെത്തിയത് ആരാണെന്ന് അറിയില്ലെങ്കിലും അഘോരികളെ തൊട്ടുകളിക്കാൻ പിണറായി ഇനി തയ്യാറാവില്ല. മറ്റൊരു MR അജിത്കുമാർ പോലീസ് മേധാവിയും ശ്രമിക്കില്ല. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പിണറായിയാണെന്ന് മുമ്പും CPI ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സർക്കാർ ബലിയാടാക്കി. പൂരം കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറുടെ തലയിൽ ചാരി ഭരണവുമായി അടുപ്പം പുലർത്തുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണമാണ് കമ്മീഷൻ പൂരം കലക്കിയതെന്ന CPIയുടെ പരാതി രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകിയിട്ടും സുനിൽകുമാറിന്റെ തൃശൂർ തോൽവിയിൽ CPIക്ക് അമർഷം തീർന്നില്ല. തൃശൂർ പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും തൃശൂർ മേയർക്കുമുള്ള പങ്കിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം തീർന്നിട്ടില്ല. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് തൃശൂർ പൂരമാണെന്നും പിണറായി വിജയന്റെ അറിവോടെയാണ് പൂരം പൊളിച്ചതെന്ന നിഗമനത്തിലുമാണ് CPI ഇത് സംബന്ധിച്ച CPI കേന്ദ്ര നേതൃത്വം CPM കേന്ദ്ര നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന പൂരം അലങ്കോലപ്പെടുത്തൽ ആസൂത്രിതമെന്നും തൃശൂരിലെ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ അന്നേ പരസ്യമാക്കി. LDFിന്റെ മേയർ MK വർഗീസ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന ഗുരുതര ആരോപണവും സുനിൽ ഉയർത്തി. മേയർ പദവിയിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കരുത്, പ്രതിപക്ഷത്തിരിക്കുന്നതാണ് LDFിന് അന്തസ്സ്, മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് പകരമാണ് മേയർക്കെതിരെ സുനിൽകുമാർ ആഞ്ഞടിച്ചത്. എന്നാൽ മേയർക്ക് ഒന്നും സംഭവിച്ചില്ല.